അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യ ചാപ്റ്ററാണ് എന്ത്, ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് എന്നൊരു ഫേമസ് റൈറ്ററാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാം. അദ്ദേഹത്തിനെ പറ്റി ഒന്ന് ചെറുതായിട്ട് പറയാം. അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ റൈറ്ററാണ്. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി പണ്ട് ബ്രിട്ടീഷ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു റോയൽ എയർഫോഴ്സ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എഴുതിയത് 17ാമത്തെ വയസ്സിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി പിന്നെ പറയാം. ബാക്കി നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഓഫ് എ ബനിയൻ ട്രീ, ആ പേര് കേട്ടാൽ തന്നെ അറിയാം എന്ത്, ഒരു ബനിയൻ ട്രീ ആയിട്ട് ചുറ്റിപ്പറ്റി നടന്ന സംഭവങ്ങളാണ് ഈ കഥയിലുള്ളത്. പ്രത്യേകിച്ച് ഈ റസ്കിൻ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറിനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് മുത്തശ്ശനും മുത്തശ്ശിയുടെയും കൂടെ ഹിമാലയത്തിൻ്റെ അടുത്തായിട്ടാണ് താമസിച്ചത്. അപ്പോൾ ഇതൊരു അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലെ ഒരു ഭാഗം കൂടിയാണെന്ന് കൂടി നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. So the house and grounds of her home in India were grandfather's domain. The magnificent old banyan tree was mine chiefly, because grandfather at the age of 65 could no longer climb it. ഇതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളുടെ വീട്ടിലെ ഭൂമിയും പറമ്പും ഒക്കെ മുത്തശ്ശൻ്റെ അധീനതയിലായിരുന്നു. അധീനതയിൽ എന്ന് വെച്ചാൽ കീഴിലായിരുന്നു, മുത്തശ്ശൻ്റെതായിരുന്നു. എന്നാൽ ആ വലിയ ആൽമരം, ദ മാഗ്നിഫിഷ്യൻറ്റ് ബനിയൻ ട്രീ, ആരുതാ? എൻ്റെതായിരുന്നു. ഈ വലിയ ആൽമരം കുട്ടിയുടേതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 65ാം വയസ്സിൽ മുത്തശ്ശൻ എന്തായാലും മരം കയറി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് കുട്ടിയുടെ കീഴിലായിരുന്നു. ഗ്രാൻഡ് മദർ യൂസ് ടു ടീച്ച് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മറ്റ്, ആൻഡ് ഇംഗ്ലീഷ് വുമൺ who lived the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. അതായത് മുത്തശ്ശി എപ്പോഴും ഇതും പറഞ്ഞ് കളിയാക്കും മുത്തശ്ശനെ. എന്തും പറഞ്ഞാൽ കളിയാക്കാൻ? ഡെസ്മണ്ടിലെ ഒരു പ്രഭുവിൻ്റെ ഭാര്യയുടെ കഥയും പറഞ്ഞാണ് കളിയാക്കാൻ. അവർക്ക് 117 വയസ്സുണ്ടായിരുന്നു. എന്നാൽ അവർ അതിൽ കൂടുതൽ ജീവിക്കുമായിരുന്നു. പക്ഷേ ഒരു ആപ്പിൾ മരം കയറുന്നതിലൂടെ വീണ് അവർ മരിച്ചുപോയി. ഇതും പറഞ്ഞ് എപ്പോഴും മുത്തശ്ശി അവരെ കളിയാക്കും. The spreading branches of the tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. അതായത് ഈ മരത്തിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ താഴത്തേക്ക് സ്പ്രെഡായിട്ടുണ്ടായത് ഒരു കേർവ് ഷേപ്പിൽ. എന്നിട്ട് അതിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ചെന്നിട്ട് ഒന്നുകൂടെ റൂട്ട് ഇതാക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. റൂട്ട് വരുന്ന രീതിയിൽ ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഉണ്ടായത്. കേർവ് ഷേപ്പിൽ ഒരു ആർച്ച് പോലെ വേരുറപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. അപ്പോൾ അടുത്ത ലൈൻ എന്താണെന്ന് വെച്ചാൽ, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ, ആസ് ഓൾഡർ ദാൻ ദ ടൗൺ ഓഫ് ഡെഹ്റ, നെസ്ലിംഗ് ഇൻ എ വാലി ഓഫ് ദ ഫുട്ട് ഓഫ് ഹിമാലയസ്. അതായത് ഈ കുട്ടിക്ക് എന്താ തോന്നിയത്? ഈ മരം എന്ന് വെച്ചാൽ തൻ്റെ വീടിനേക്കാളും തൻ്റെ മുത്തശ്ശനേക്കാളും തൻ്റെ ടൗണായ ഡെഹ്റയേക്കാളും പ്രായമുള്ളതായിരുന്നു. അത് ഇങ്ങനെ ഹിമാലയൻ താഴ്വാരത്ത്, അതായത് അതിൻ്റെ താഴ്വാരത്ത് വളരെ സുരക്ഷിതമായി നിൽക്കുന്നത് പോലെ കുട്ടിക്ക് തോന്നി. My first friend and familiar was a small grey squirrel. അതായത് എൻ്റെ ആദ്യത്തെ അടുത്ത ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരു ഗ്രേ കളറുള്ള ഒരു അണ്ണാനാണ്. അപ്പോൾ ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, അതായത് അവൻ്റെ പിറകുവശം ഇങ്ങനെ വളച്ച് വെച്ചല്ല, ഉയർത്തി വെച്ച് അവനിങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും മണം പിടിക്കും. അപ്പം he seemed at first to resent my invention of his privacy. അതായത് അവൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവനത് കുറച്ച് ദേഷ്യം തോന്നിയ പോലെ തോന്നി. കടന്നു ചെന്നു എന്ന് പറയുമ്പോൾ ഇൻവെൻഷൻ്റെ അർത്ഥമാണ് കടന്നു ചെന്നു. But when he found that I did not arm myself with a catapult or air gun, he became friendlier. അതായത് എന്താ പറയുക, എൻ്റെ കയ്യിൽ ആയുധമായി കാറ്റാപ്പുൾട്ടോ എന്ന് വെച്ചാൽ ചവണ എന്ന് പറയുന്നൊരു സാധനമാണ്, എയർഗണ്ണോ ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ അവൻ ഫ്രണ്ട്ലി ആയി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം pieces of cake and biscuit, he grew bolder and finally became familiar enough to take the food from my hands. അതായത് പിന്നെ ഞാൻ അവന് ബിസ്ക്കറ്റും കേക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ എന്തായി? നല്ലതുപോലെ വലുതായി. പിന്നെ വളരെ പരിചിതമായി അവൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ മാത്രം ഫെമിലിയറായി ഈ അണ്ണാന്. കാരണം അദ്ദേഹം ആരും ഉപദ്രവിക്കൂല എന്നൊരു ഉറപ്പ് കിട്ടിയല്ലോ. Before long he was delving into my pockets and helping himself to whatever he could find. അതായത്
എന്താ പറയാൻ, എൻ്റെ പോക്കറ്റിൽ വന്ന് അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യാനും എടുത്തുകൊണ്ട് പോകാനൊക്കെ തുടങ്ങി. ഇങ്ങനെ ചികഞ്ഞിട്ട്, ഡെൽവിങ് മീൻസ് ചികഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ അവൻ തുടങ്ങി. ഹി വാസ് വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. അതായത് അവൻ വളരെ ചെറിയ ഒരു അണ്ണാൻകുട്ടിയായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടുകാരും എന്താ പറയുക ഫ്രണ്ട്സും ഒക്കെ വിചാരിച്ചത് അവന് തന്നിഷ്ടവും പിന്നെ മണ്ടനുമായിരുന്നു. തന്നിഷ്ടം അതായത് ഹെഡ് സ്ട്രോങ് എന്ന് വെച്ചാൽ തന്നിഷ്ടവും മണ്ടനുമായിരുന്നു, ഫൂളിഷുമായിരുന്നു. ഈ കാരണം മനുഷ്യന്മാരെ വിശ്വസിക്കുന്നത് കൊണ്ട്. In the spring, when the banyan tree was full of small figs, birds of all kind would flock into the branches. അതായത് ഇൻ ദ സ്പ്രിങ് സമയത്ത്, സ്പ്രിങ് എന്ന് വെച്ചാൽ വസന്തത്തിൽ ബനിയൻ ട്രീ നിറയെ ചുവന്ന കായ ഉണ്ടാവും, റെഡ് എന്താ പറയുക ഫിഗ്സ്. ആൻഡ് എല്ലാത്തരം പക്ഷികളും കൂട്ടമായി പറന്നെത്തും. ഫ്ലോക്ക് എന്ന് വെച്ചാൽ കൂട്ടമായാണ്. അപ്പം നമുക്ക് ബാക്കി നോക്കാം. ദ റെഡ് ബോട്ടമഡ് ബുൾബുൾ cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. അതായത് റെഡ് ബോട്ടമഡ് ബുൾബുൾ അങ്ങനെ ഒരു പക്ഷിയുണ്ട്. അത് എന്ന് വെച്ചാൽ സന്തോഷത്തോടെയും ആർത്തിയോടെയും പറന്നെത്തുമായിരുന്നു. പിന്നെ ഗോസിപ്പിംഗ്, റോസി പാസ്റ്റേഴ്സ്, പാരറ്റ്സ്, ക്രോസ് ഇതൊക്കെ പക്ഷികളാണ്. കാക്കയും തത്തയും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പരസ്പരം ശബ്ദമുണ്ടാക്കുമായിരുന്നു. വിച്ച് ഈച്ച് അതർ ഓൾ ദ ടൈം. പരസ്പരം ഇങ്ങനെ എല്ലാ സമയവും ഇങ്ങനെ ശബ്ദമുണ്ടാക്കി നിൽക്കുമായിരുന്നു. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഈ ഫിഗ് സീസണിൽ ബനിയൻ ട്രീ ആയിരിക്കും ആ റോഡിൽ ഏറ്റവും ശബ്ദമുള്ള സ്ഥലം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it's too hot. അതായത് കൂടുതൽ ചൂടുള്ള സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്താക്കി, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ പകുതിയിലായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ കുഡ് റീഡ് ദർ പ്രൊപ്പിംഗ് മൈസെൽഫ് അഗൈൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിച്ച് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അതായത് ആ കുട്ടി ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത് തലയണയൊക്കെ ഇങ്ങനെ ചാരി വെച്ച് അതിന്മേൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ടാണ് ബുക്ക് വായിക്കാൻ. ഓക്കെ. Treasure Island, Huckleberry Finn and Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed read. അതായത് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള പലതരം ബുക്സ് ആയിരുന്നു ഈ കുട്ടിയുടെ ബാഗിൽ ഉണ്ടായിരുന്നത്. When I did not feel like reading, I could look down the banyan leaves at the world below. അതായത് തനിക്ക് വായിക്കാൻ താല്പര്യമില്ല എന്ന് കണ്ടാൽ ഈ കുട്ടി എന്താക്കും, താഴത്തേക്ക് നോക്കും. ഇലകൾക്കിടയിലൂടെ താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറെ തന്നെ ഒരു ലോകമായിരുന്നു. ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അതായത് ഈ അമ്മുമ്മ എന്താ പറയുക തുണി വിരിച്ചിരുന്നതോ അല്ലെങ്കിൽ അതിങ്ങനെ എടുക്കുന്നതോ കാണാമായിരുന്നു. അറ്റ് ദ കുക്ക് ക്വയറിങ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ ഓർ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡ്ലി ഇന്ത്യൻ മാരിഗോൾഡ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അതായത് ഈ കുക്ക് പച്ചക്കറി വിൽക്കാൻ വരുന്ന ആളുമായിട്ട് തല്ലുകൂടുന്നതും പിന്നെ മുത്തശ്ശനിങ്ങനെ മുറുമുറുക്കുന്നതും കാണായിരുന്നു. ഗ്രംബ്ലിങ് മുറുമുറുക്കുന്നതും കാണായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ ഇങ്ങനെ അവർ മാരിഗോൾഡ്, ഹാർട്ട്ലി ഇന്ത്യൻ മാരിഗോൾഡ് എന്ന ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച കാണുമ്പോൾ മുത്തശ്ശന് ദേഷ്യം വരുമായിരുന്നു. കാരണം അലങ്കോലാവുമല്ലോ ഗാർഡൻ, അതുകൊണ്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. അതായത് ഒന്നും തന്നെ രസകരമായി ആ മരത്തിലിരിക്കുമ്പോൾ ആ കുട്ടിക്ക് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഒരു ദിവസം, ബട്ട് ഓൺ വൺ പാർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂങ് ദ സമ്മർ. അതായത് ഈ സമ്മറിൻ്റെ അവസാന സമയത്ത് ഈ കുട്ടി ഒരു കാഴ്ച കണ്ടു. എന്താണ്? വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു ആ കുട്ടി കണ്ടത്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടി പറയാം.